ഹായ് എവറി വൺ, എല്ലാവർക്കും ആദീസ് ടേസ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് മസാലക്കറി. ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 2 കിഴങ്ങ്, ഒരു 1.5 തക്കാളി കട്ട് ചെയ്തത്, ഒരു സവാള, ഒരു ക്യാരറ്റിൻ്റെ പകുതി കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ഞാൻ സോക്ക് ചെയ്ത് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണ്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതുകൊണ്ട് അത് മാത്രം ഇപ്പോൾ ചേർക്കുന്നില്ല. തക്കാളിയുടെ പകുതി മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ ചേർക്കാനുള്ളതാണ്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാല, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി. എരിവിനായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂൺ സാദാ മുളക് പൊടിയാണ്. ഇനി ഇതെല്ലാം ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറഞ്ഞ അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന പച്ചക്കറിക്ക് അനുസരിച്ച് മസാലപ്പൊടികളിൽ മാറ്റം വരുത്താം. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇത് ചതച്ചാണ് ചേർക്കേണ്ടത്. ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഗ്ലാസ് വെള്ളമാണ്. ആദ്യം ഞാനൊരു ഗ്ലാസ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്നു, അതുകൂടി ഒരു ഗ്ലാസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. അത് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളും ഉപ്പും എല്ലാം എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്കിനി ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇത് വല്ലാണ്ട് ഉടഞ്ഞു പോകാതെ ഈ സമയത്തൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഗ്രീൻ പീസ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടില്ല, ചെറിയ രീതിയിലാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ കൂടി വരുത്താൻ വേണ്ടി വെക്കുകയാണ്. നിങ്ങൾ നന്നായി വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കുക്കറിൽ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണിത്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയാണിത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഉള്ളിയും പച്ചമുളകും എല്ലാം ഇപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിനി വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അടച്ച് വെച്ച് വേവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതെല്ലാം നല്ല വെന്തുടഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള പച്ചക്കറിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ.
കുക്കറിലെ എയറെല്ലാം കളഞ്ഞ് നമ്മൾ തുറക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചെറിയ രീതിയിൽ വെള്ളത്തോടെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പും എരിവെല്ലാം നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തേങ്ങ വറുത്തരച്ച് ചേർക്കാറുണ്ട്. എനിക്ക് അങ്ങനെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെയാണ് തോന്നിയത്. തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ ഇപ്പം ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. അപ്പം നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്കിനി തീ ഓഫ് ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എല്ലാം കമൻസിൽ അറിയിക്കുക. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്